മുമ്പ് അൽമനാർ ഒന്നിച്ചിരുന്നപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖപത്ര അൽമനാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സിഹറിനെ കുറിച്ച്. സിഹർ ഫലിക്കൂല, അതിന് യാഥാർത്ഥ്യമല്ല. 982 നവംബർ മാസത്തില് കൂടുള്ള മിത്രം ആരെഴുതിയത് അറിയോ? കൂടുള്ള മിത്രമായി എഴുതിയിട്ടുള്ളത് വാണിമേലിലെ ബഹുമാന്യനായ പണ്ഡിതൻ മൂസ വാണിമേൽ എഴുതിയ ലേഖനുണ്ട്, വായിച്ചു നോക്കി എടുത്തിട്ട്. എന്നാ ഇന്ന് നിങ്ങളുടെ സക്കരിയയും ടീമും പറയുന്നത് എന്താ? സിഹർ ഫലിക്കും. നബിക്ക് വലിച്ചിട്ടുണ്ട്. നബി എന്നിട്ട് മാസങ്ങളോളം ബുദ്ധിസ്ഥിരതയില്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ആരാ പറഞ്ഞത്? സക്കരിയ സലായി. അതേ തൊള്ള കൊണ്ട് ആ മനുഷ്യൻ പറയും അള്ളാന്റെ കാവലുണ്ടെങ്കിൽ സിഹർ ഫലിക്കൂല. നബിക്ക് ഫലിച്ചിട്ടുണ്ട്. എന്നാ അള്ളാന്റെ കാവലുണ്ടെങ്കിൽ സത്യവിശ്വാസികൾക്ക് ഫലിക്കൂല. അപ്പൊ നബി സത്യവിശ്വാസിയായിരുന്നില്ലേ? കാവല് കിട്ടാൻ എന്തു വേണം? മുഅവ്വദത്തൈനി ഓതണം, ഇഖ്ലാസ് ഓതണം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യണം, നല്ല മുത്തഖിയായിട്ടൊക്കെ എന്ത് ചെയ്യണം? ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചാൽ എന്ത് ചെയ്യൂല? സിഹർ ഫലിക്കൂല എന്നാണ് സക്കരിയ സലായി സംഭവത്തെ പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ സിഹർ അത് ബാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ മനുഷ്യന് ബാധിക്കും. അതിന് കാവലിനെന്താ? വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മളോട് ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാൻ പറഞ്ഞു. ആയത്തുൽ കുർസിയും അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്താണുള്ളത്? പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതികളിൽ നിന്നും. വ്യക്തമായി തന്നെ ഓരോ ദിവസവും നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക, ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക. ഇതൊക്കെ ചൊല്ലിയാൽ നമുക്ക് ഇതിന് രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. കേട്ടല്ലോ? അപ്പൊ കാവലില്ലെങ്കിൽ, അള്ളാന്റെ കാവലില്ലെങ്കിൽ സിഹർ ഫലിക്കുന്ന. എന്നാ ഇതേ വ്യക്തിയാണ് നാടുനീളെ പ്രസംഗിച്ച് ലേഖനം എഴുതി നടക്കുന്നത് നബിക്ക് സിഹർ ഫലിച്ചിട്ടുണ്ടെന്ന്. നബിക്ക് അള്ളാന്റെ കാവലില്ലേനെ കൂട്ടരെ. നോക്ക് നിങ്ങൾ, പ്രമാണം പരിശുദ്ധ ഖുർആൻ 1, 2 വിശ്വാസയോഗ്യമായ ഹദീസ്, തിരുസുന്നത്ത്, അതിൽ നിന്ന് മനസ്സിലാകുന്ന ഇജ്മാഉം ഖിയാസും ഉണ്ട്. ഈ പ്രമാണം എടുത്തു നോക്ക് നിങ്ങൾ. പ്രമാണമായി ഹദീസ് സ്വീകരിക്കണമെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമാണ്. അമാനി മൗലവിയുടെ പുസ്തകം നബിചര്യ ഇസ്ലാമിക ശരീഅത്തിൽ അതിനുള്ള സ്ഥാനം. അത് അമാനി മൗലവിൻ്റെതല്ല, അത് മുസ്തഫ സഫായിയുടേതാണെന്നാ പറഞ്ഞത്. അതേ മുസ്തഫ സഫായിയുടെ പുസ്തകം അമാനി മൗലവി വിവർത്തനം ചെയ്ത് KNM പ്രസിദ്ധീകരിച്ചു. എന്തേ കാരണം? അതിന്റെ പ്രാധാന്യം കൊണ്ട്. അതിൽ 7 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമായി വായിക്കണം, പഠിക്കണം. ഇവിടെ അത് വിതരണം ചെയ്തപ്പോഴെന്താ പറഞ്ഞറിയോ? അത് ചേകനൂരിസാണ് അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ അത് ആ പുസ്തകത്തിൽ നിന്ന് അതേ രീതിയിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്തപ്പോൾ പറഞ്ഞത് അത് ചേകനൂരിസമാണ് എന്ന്. അമാനി മൗലവി ചേകനൂരിയായി. സൂക്ഷിച്ചു പറയണം. എന്തും വിളിച്ചു പറയാം എന്നത് വകവെച്ചു തരാൻ പറ്റില്ല. ഇനി നോക്ക്, ഇതേ കാര്യം KK സക്കരിയ സലായി, ഹുസൈൻ സലഫി തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ തൗഹീദിനെ പൊളിച്ച് അവരുടെ ഭാഗത്ത് കയ്യിൽ കൊടുത്തിട്ടുള്ള ഈ 2 ആളും മുഖ്യ പത്രാധിപന്മാരായി എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായി എഴുതിയിട്ടുള്ള മുസ്ലിമിന്റെ പരിഭാഷ ഉണ്ട്. അതിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തപ്പോഴും സുഹൃത്തുക്കൾക്ക് അറിയില്ലല്ലോ. അന്ധവിശ്വാസം തലക്ക് പിടിച്ച പിന്നെ ചിന്തിക്കൂല, കണ്ണാങ്ങൂല. അപ്പോഴും പറഞ്ഞു ചേകനൂരിസാണ് എന്ന്. സക്കരിയനെ കുറിച്ച് ചേകനൂരിയായി എന്ന് പറഞ്ഞോ? ഞങ്ങൾക്കതില് ഒരു വശമുമില്ല. പക്ഷെ അമാനിയെ കുറിച്ച് പറയരുത്. അതുപോലെ ഇത് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള KPയെ പോലുള്ള ആളുകളുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞാൽ അത് ഒരു പരിധി വരെയൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ ചേകനൂരികളായിട്ട് സമൂഹത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഈ പുസ്തകം വിവർത്തനം ചെയ്ത്
സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് അറിയോ? അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിന് വിരുദ്ധമായിട്ടുള്ളത് സ്വീകരിക്കരുത് എന്ന്. ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. നിർമ്മിത ഹദീസ് അഥവാ മൗലൂആയ ഹദീസുകളുടെ അടയാളങ്ങൾ സനദിൽ പറഞ്ഞു. 101-ാമത്തെ പേജിലെത്തിയപ്പോൾ മത്തിനിലുള്ള അതിൻ്റെ അടയാളങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടയാളങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നോക്ക്, ഹദീസിലെ വാചകങ്ങൾ ആരോഗ്യകരമല്ലാതിരിക്കുക, അറബി സാഹിത്യ രഹസ്യങ്ങളെക്കുറിച്ചും ശൈലി വ്യത്യാസങ്ങളെക്കുറിച്ചും പരിചയമുള്ളവർക്കേ ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അറബി സാഹിത്യ നിയമങ്ങൾക്കും ഭാഷാ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് ഹദീസ് കണ്ടാൽ അത് നിർമ്മിതാണെന്ന് മനസ്സിലാക്കിക്കോന്ന. കാരണം നബി ഒരിക്കലും അങ്ങനെ പറയുകയില്ല. രണ്ടാമത്തേത് ആശയം സ്വീകാര്യമല്ലാതിരിക്കുക. ഇതിനു കാരണം പലതാവാം. ചിലപ്പോൾ വ്യാഖ്യാനം നൽകി ഒപ്പിക്കുവാൻ കഴിയാത്ത വിധം പ്രാഥമിക ബുദ്ധിക്ക് എതിരായത് കൊണ്ടായിരിക്കാം. പ്രാഥമിക ബുദ്ധി മനുഷ്യ ബുദ്ധിക്ക് എതിരാണെങ്കിൽ ആ ഹദീസ് നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണം. നമാനി പറഞ്ഞെന്തിനാ? സാധാരണക്കാർക്ക് കൂടി തിരിയാനാ. സക്കരിയ ചോദിക്ക, സാധാരണക്കാരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാനാണോ അത് എന്ന്? എന്നാ കൂട്ടത്തിലുള്ള ടീപ്പിനോടും എപ്പിനോടും ചോദിക്കും സക്കരിയ, എന്തിനാണിത് പ്രസിദ്ധീകരിച്ചത് നിങ്ങളെന്ന് ഒന്ന് ചോദിച്ചൂടെ? അനവസരത്തിൽ കയറി വന്ന് തൗഹീദിന് വിരുദ്ധമായി നിങ്ങൾ സംസാരിക്കാറുണ്ട് എന്നല്ല ടീപ്പി പറഞ്ഞ് എന്നാ കൂട്ടത്തിൽ ഇതും കൂടി ചോദിച്ചൂടെ? മനുഷ്യ ബുദ്ധിക്ക് വിരുദ്ധമാണെങ്കിൽ ആ ഹദീസ് നിർമ്മിതാണെന്ന് മനസ്സിലാക്കണമെന്ന. ചിലപ്പോൾ വിജ്ഞാന തത്വങ്ങൾക്കും സ്വഭാവ മൂല്യങ്ങൾക്കും വിരുദ്ധമായത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ തന്നിഷ്ടങ്ങൾക്കും തോന്നിയവാസങ്ങൾക്കും പ്രേരണ നൽകുന്നത് കൊണ്ടായിരിക്കാം. അനുഭവത്തിന് വിരുദ്ധമാവുക, വൈദ്യശാസ്ത്രത്തിലും മറ്റും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങൾക്കെതിരാവുക, ചരിത്ര സത്യത്തിന് നിരക്കാത്തതാകുക, അള്ളാഹുവിൻ്റെ പരിശുദ്ധതക്കും മഹത്വത്തിനും യോജിക്കാത്തതാകുക, അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിരിക്കുക എന്നിങ്ങനെ പലതും ഇതിനു കാരണങ്ങളത്രേ. നിർമ്മിത ഹദീസ് മനസ്സിലാക്കാൻ പച്ച മലയാളത്തിൽ സാധാരണക്കാരന് മനസ്സിലാക്കാനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് ചേകനൂരിസം. വേറെ ചിലപ്പോൾ ബുദ്ധിമാന്മാരിൽ നിന്ന് വരാവതല്ലാത്ത വിധം താണ നിലവാരത്തിലുള്ളതായിരിക്കുക എന്ന ദോഷമായിരിക്കും ഉണ്ടാവുക. 3. ഖുർആൻ തുറന്ന ഭാഷയിൽ പ്രസ്താവിച്ചതിനോട് വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത വിധം എതിരായിരിക്കുക. അല്ലെങ്കിൽ മുത്തവാത്തിറായി നിരവധി മാർഗങ്ങളിൽ കൂടി വന്ന സുന്നത്തിന്റെ തുറന്ന പ്രസ്താവനകൾക്ക് എതിരാവുക. അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ട പൊതു തത്വങ്ങൾക്കോ പണ്ഡിതന്മാരുടെ ഇജ്മാഇനോ വിരുദ്ധമായിരിക്കുക. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. 4. നബിയുടെ കാലത്തെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് എതിരാവുക. 5. ഹദീസ് റാവിയുടെ ആശയത്തോട് യോജിച്ചതായിരിക്കുകയും ആ ആശയത്തിൽ അയാൾ പക്ഷപാത മനസ്ഥിതി ഉള്ളവനായിരിക്കുകയും ചെയ്യുക. 6. ഹദീസിലെ വിഷയം ജനക്കൂട്ടത്തിൽ വെച്ചു പരസ്യമായി നടന്നതും ധാരാളക്കണക്കിന് ആളുകൾ നിവേദനം ചെയ്യുവാൻ അവകാശമുള്ളതായിരുന്നിട്ടും അതിന് യാതൊരു പ്രസിദ്ധിയും ലഭിക്കാതിരിക്കുക. 7. തുച്ഛമായ കർമ്മങ്ങൾക്ക് വളരെ അതിരുകവിഞ്ഞ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്ക് അതിഭയങ്കരമായ ശിക്ഷകളെക്കുറിച്ച് താക്കീത് നൽകുന്നതോ ആയിരിക്കുക. ഇത് കെട്ടിച്ചമച്ച നിർമ്മിത ഹദീസുകളെ മനസ്സിലാക്കാനുള്ള അടയാളം പച്ച മലയാളത്തിൽ അമാനി മൗലവി വിവർത്തനം ചെയ്ത് കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചത് സാധാരണക്കാർ മനസ്സിലാക്കാനാ. സക്കരിയനെ പോലുള്ള അന്ധവിശ്വാസികളുടെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ വേണമെങ്കിൽ പഠിച്ചോളി നന്ദിയിലെ മുജാഹിദുകൾ. നബിചര്യ ഇസ്ലാമിക ശരീഅത്തിൽ അതിനുള്ള സ്ഥാനം 100 മുതലുള്ള പേജാട് വായിച്ചു പഠിച്ചോളി. കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ എഴുതിയ പുസ്തകം വേറുണ്ട്, അത് വേണമെങ്കിൽ വേറെ പറഞ്ഞുണ്ട്. പ്രമാണബദ്ധിതമായി എന്നിട്ടോ പ്രമാണ വിരുദ്ധമായി നബിക്ക് പോലും സിഹ്ർ വലിച്ചിട്ടുണ്ട് ഈ അന്ധവിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. നോക്ക്.